ഇന്ന് നമുക്കൊരു വടക്കറി ഉണ്ടാക്കിയാലോ? ഞങ്ങളുടെ കൊല്ലം ഭാഗത്തൊന്നും ഇതത്ര പോപ്പുലറായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് തിരുവനന്തപുരം സൈഡിലൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ. വേറെ ഏതെങ്കിലും ജില്ലയിൽ ഈ കറി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 ചെറിയ ഉരുളക്കിഴങ്ങാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ചതുരത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറിയ സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് നെടുകെ കീറിയത്. പിന്നെ നമുക്ക് തേങ്ങയുടെ 1-ാം പാല് വേണം. ഇത് 1-ാം പാല്. അതുപോലെ തന്നെ ഇത് 2-ാം പാല്. പിന്നെ നമ്മൾ ഉഴുന്ന് കുതിർത്ത് അരച്ചിട്ട് ആ മാവിലോട്ട് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. ഇനി നമുക്ക് വടക്കറിക്ക് ആവശ്യമായിട്ടുള്ള വടയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കേണ്ടത്. അതിന് ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉഴുന്നും അതുപോലെ തന്നെ കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മാവില്ലേ, ആ മാവ് ഈ എണ്ണയിലോട്ട് ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരു റൗണ്ട് ഷേപ്പ്, ഒരു ബോളിൻ്റെയൊക്കെ ഷേപ്പിൽ ആകുന്നിടം വരെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് മറിച്ചിടാം. ഇപ്പം നമ്മുടെ വട ഏകദേശം മൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ വടക്കറിക്ക് ആവശ്യമായിട്ടുള്ള വട തയ്യാറായിരിക്കുന്നു. നമ്മൾ വട ഉണ്ടാക്കി അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കടുക് വറുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് വറ്റൽ മുളക് ഇടാം. വറ്റൽ മുളക് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു 2 സെക്കൻഡൊക്കെ മതിയാകും. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നമ്മൾ ഈ കടുക് വറുത്തതിലോട്ട് ചേർക്കുക. ഈ സവാളയൊന്ന് മുരിഞ്ഞു വരാനായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റാം. ഈ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായിട്ട് വഴറ്റണം. നമ്മുടെ സവാള ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിനി പൊടി ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. അപ്പം നിങ്ങളുടെ എരി അനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. നമ്മളിവിടെ 1 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. തീ കുറച്ചിട്ട് വേണം ഈ ഒരു പൊടികളൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ഒരു പൊടികളൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂക്കുന്നിടം വരെയിട്ട് ഇളക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കുക. അത് നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മൾക്ക് 1 കപ്പോളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. നിർബന്ധമായും ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. 1 കപ്പോളം ചൂടുവെള്ളം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2-ാം പാല് ഒഴിക്കാം. ഈ 2-ാം പാലിൽ കിടന്നാണ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് വേവേണ്ടത്. 2-ാം പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേണം വേവിക്കാൻ. നമുക്കിതൊന്ന് തുറന്ന് ഇതിൻ്റെ ഉരുളക്കിഴങ്ങൊന്ന് വെന്തോന്ന് നോക്കാം. നമുക്ക് വേഗം വേവണമെങ്കിൽ നമ്മൾ ഈ കുക്കറിനകത്തിട്ട് 1-2 വിസിൽ വരെ വേവിച്ചിട്ട് വേണം ഇതിനകത്ത് ചേർക്കാൻ. ഇതിപ്പം ഒന്നും കൂടെ ഒന്ന് വേവാനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർക്കാം. അതെല്ലാം ചേർത്ത് ഒന്നും കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉഴുന്നുവട ചേർക്കാം. ഈ ഉഴുന്നുവട ചേർത്തതിന് ശേഷം ഇതിൻ്റെ മസാലയെല്ലാം ഈ ഉഴുന്നുവടയിൽ പിടിക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒത്തിരി ഇട്ട് ഇളക്കരുത്, കാരണം ഉഴുന്നുവട പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ എന്താണ് നമ്മുടെ ഈ ഉഴുന്നുവടയിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാല് ചേർക്കാം. ഈ 1-ാം പാല് ചേർത്തതിന് ശേഷം ഒത്തിരി ഇട്ട് തിളയ്ക്കേണ്ട. ഈ ഒരു സമയത്ത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പിന് വേണമെങ്കിൽ ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇതായിപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള വടക്കറി തയ്യാർ.